നമുക്കിനി LDF ക്യാമ്പിലേക്ക് പോകണം. അവിടെ നേതൃയോഗം ചേരുകയാണ്. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ, സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമോ എന്ന് കൂടി അറിയണം. ഏതായാലും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകാൻ നിർദ്ദേശിച്ചാൽ മത്സരിക്കുമെന്നാണ് ഡോക്ടർ തോമസ് മാത്യു നേരത്തെ റിപ്പോർട്ടറോട് പറഞ്ഞത്. TV അൻവർ കാണിച്ചത് രാഷ്ട്രീയ അവിവേകമാണ്. അൻവർ മുന്നണി വിട്ടത് LDFനെ ബാധിക്കില്ല എന്നും നിലമ്പൂരിൽ ഇടതുമുന്നണിക്ക് ജയസാധ്യതയുണ്ടെന്നും തോമസ് മാത്യു നേരത്തെ VS രഞ്ജിത്തുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു. 2006 2014 വലിയൊരു ഉത്തരവാദിത്വമാണ് അന്ന് ഏൽപ്പിച്ചത്. 2016 ആ ഉത്തരവാദിത്വം താങ്കൾ ഏൽപ്പിക്കേണ്ടതായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ഏറ്റെടുക്കാൻ പൂർണ്ണ മനസ്സോടുകൂടി തയ്യാറാണോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഞാനിതിനെ വലിയൊരു ഉത്തരവ്, അങ്ങനെ പാർട്ടിയാണ് തീരുമാനം എടുക്കുന്നത്. ആര് വേണം, സ്വതന്ത്രൻ വേണോ, ചിഹ്നത്തിൽ വേണോ ഒക്കെ പാർട്ടി തീരുമാനിക്കുന്നത്. അത് പാർട്ടിയുടെ കാര്യമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ഞാനത് 100% ഭംഗിയായിട്ട് നിർവഹിക്കും. അതിലൊരു സംശയമില്ല. PV അൻവർ നിലമ്പൂരിൽ ഒരു ഘടകമല്ല എന്നാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പറഞ്ഞത്. PV അൻവർ UDFന് പ്രശ്നമായിരിക്കുകയാണ്. നിലമ്പൂരിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണ വിലയിരുത്തലുണ്ടാകുമെന്നും സ്വതന്ത്രൻ വേണോ പാർട്ടി സ്ഥാനാർത്ഥി വേണോ എന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നും A വിജയരാഘവൻ റിപ്പോർട്ടറോട് പറഞ്ഞു. അൻവർ അങ്ങനെ ഒരു ഫാക്ടർ ആവാനുള്ള സാധ്യത കുറവാണ്. അത് കണ്ടത് രാഷ്ട്രീയമല്ലേ മത്സരം. രാഷ്ട്രീയത്തിലെ ഈ മത്സരത്തിൽ ഒരു ഇൻഡിവിജ്വലിന് എത്ര എന്നുള്ളത് ഒരു വലിയ വിഷയമല്ല. ഇതിന് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ UDFന് അത് വിഷയമാണ്. UDFന് അൻവറിന് വിഷയമാണ്. കാരണം UDFിലേക്ക് അൻവറിനെ എടുക്കണോ അതോ അൻവർ ഇപ്പോൾ UDFിൻ്റെ മുന്നിൽ ഉന്നയിച്ച പ്രശ്നം. അൻവർ ആർക്കാ പ്രശ്നം? ഞങ്ങൾക്കല്ല, ഞങ്ങളെ കൂടെ ശാന്തരായിട്ടിരിക്കുക. UDF ഇപ്പോൾ അൻവറിനെ വിളിച്ച് ചർച്ച നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവർ പ്രശ്നം പരിഹരിക്കപ്പെടാതിരിക്കുക. അതുകൊണ്ട് അൻവർ എന്ന വിഷയം ഇപ്പോൾ ഒരു UDF വിഷയമാണ്, LDF വിഷയമല്ല. ജനങ്ങളുടെ ഉത്തരവാദിത്വം അനുസരിച്ച് 5 വർഷത്തേക്ക് ജനങ്ങൾ നൽകിയ വിശ്വാസമാണ്. അത് 5 വർഷത്തേക്ക്. അത് ഇടക്ക് വെച്ചിട്ട് അവസാനിപ്പിക്കുമ്പോൾ അത് ഏത് വ്യക്തിയുടെ ഭാഗത്തുനിന്നാലും ശരി, പൊതുവെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു പ്രവർത്തന രീതിയല്ല. അതുകൊണ്ട് തന്നെ ആ നിലയിലാണ് അതിനെ സമൂഹം വിലയിരുത്തുക. UDF സ്ഥാനാർത്ഥിയെ നോക്കിയല്ല LDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. സ്ഥാനാർത്ഥിയെ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കും. ഭരണത്തിന്റെ വിലയിരുത്തൽ എങ്ങനെ ഒരു മണ്ഡലത്തിൽ മാത്രമാകുമെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. അന്ന് പറഞ്ഞ ഒരാഴ്ച ആവുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കും. എല്ലാ അർത്ഥത്തിലും പൊതുസമ്മതനായിരിക്കും. LDFന് വലിയ പ്രതീക്ഷയാണ്. ഞങ്ങൾക്ക് UDFിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഈ നിയോജക മണ്ഡലത്തിന് അനുയോജ്യമായ രീതിയിൽ തീരുമാനിച്ച് പ്രഖ്യാപിക്കും. സാനിയോ മനോമിയുണ്ട് വിശദാംശങ്ങളുമായി. സാനിയോ, യഥാർത്ഥത്തിൽ ശ്രീ A വിജയരാഘവൻ പറഞ്ഞതുപോലെ അൻവർ എന്ന് പറയുന്നത് UDFിന്റെ കാര്യമാണ്, LDFിന്റെ കാര്യമല്ല. അതായത് ഒരു അൻവർ ഇഫക്റ്റ് ഉണ്ടാകില്ല നിലമ്പൂരിൽ എന്നത് തന്നെയാണ് CPMന്റെയും LDFിന്റെയും നിലപാട്. പക്ഷേ ഇപ്പോൾ UDFിൽ ഈ തർക്കങ്ങൾ PV അൻവറുമായി ബന്ധപ്പെട്ട് ഈ തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് എത്രയും പെട്ടെന്ന് പ്രചാരണം ആരംഭിക്കുക എന്നത് തന്നെയായിരിക്കുമല്ലേ ലക്ഷ്യമിടുന്നത്? അങ്ങനെ തന്നെയാണ് ലക്ഷ്യമിടാൻ സാധ്യത. കാരണം നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അപ്പോഴും ഗോവിന്ദൻ മാസ്റ്ററോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരാഴ്ചയുണ്ട്, ഒരാഴ്ചക്കകം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയൊക്കെ വരികയുള്ളൂ എന്നൊരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. അതേസമയം ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അൻവർ ഫാക്ടർ ഇല്ല, അത് നിലമ്പൂരിൽ ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് വിജയരാഘവനും അതുപോലെ MV ഗോവിന്ദനും അടക്കമുള്ള നേതാക്കൾ. അതേസമയം UDF സ്ഥാനാർത്ഥി അടക്കം പ്രഖ്യാപിച്ചു ഒരു മുഴം മുന്നേ പ്രചാരണത്തിൽ എത്തിയല്ലോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയുണ്ട്. കാരണം UDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ തന്നെയുള്ളയാളാണ്. അവർക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പ്രചാരണം നടത്തിയാൽ മതി എന്നുള്ള തരത്തിലേക്കാണ്. രാവിലെ TK ഹംസയോട് ചോദിക്കുമ്പോൾ പക്ഷേ പറഞ്ഞത് വലിയ ബഹളങ്ങളും കോലാഹലങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് അവർക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യമാണ്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ സ്ഥാനാർത്ഥിയെ ഇന്ന് തന്നെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. മുതിർന്ന നേതാക്കൾ, അതായത് ചുമതലയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന സമിതി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, അതുപോലുള്ള ആളുകളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ യോഗം ആരംഭിക്കുകയും അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. UDF സ്ഥാനാർത്ഥിയെ നോക്കി LDFിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട ഒരു ഗതികേടൊന്നും LDFിനില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതായാലും സ്വതന്ത്രനാണോ ചിഹ്നത്തിലാണോ മത്സരിക്കുക എന്ന് ചോദിച്ചപ്പോൾ അതും കാത്തിരുന്ന് കാണാമെന്നുള്ള മറുപടി തന്നെയാണ് പറഞ്ഞത്. ഭരണത്തിൻ്റെ വിലയിരുത്തലായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്ററുടെ മറുപടി എന്ന് പറയുന്നത് ഭരണത്തിൻ്റെ വിലയിരുത്തൽ കേവലം ഒരു മണ്ഡലത്തിൽ മാത്രം നടത്താൻ കഴിയില്ലല്ലോ എന്നുള്ള തരത്തിലേക്കായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആ യോഗം നടക്കുകയും അതിനുശേഷം
ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് വിനിത.